യോബിന്റെ പുസ്തകം 42 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാനൊരു കാര്യം വചനപ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറയാം. ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഈ വചനം നിങ്ങൾക്ക് ഭയങ്കര വിജയമായിരിക്കും. ഉണർവായിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, വിജയമായിരിക്കും. ഈ യോബ് എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. എന്തോ വലിയ ഈ പ്രതിസന്ധി മാറിയിട്ട് എഴുതിയ ഭാഗമല്ല, പ്രതിസന്ധിയുടെ കാഠിന്യത്തിനകത്തിരിക്കുമ്പം അവൻ ഒരു കാര്യം ദൈവത്തോട് പറയുക, കർത്താവേ, നിനക്ക് സകലതും കഴിയും, നിനക്ക് സകലത്തിന്മേലും ഉദ്ദേശമുണ്ട്, നിനക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല, ദൈവത്തിന് സകലതും കഴിയും എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചെറു വിഷമിക്കാണ്ട, ദൈവത്തിന് സകലതും കഴിയും. എനിക്ക് കർത്താവിൻ്റെ ആത്മബോധ്യം എന്ന് പറയാം, മനുഷ്യന് കഴിയുന്ന കാര്യമുണ്ട്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. ഈ ചില കാര്യങ്ങൾ സ്തോത്രം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ, അത് ദൈവം മാത്രം ചെയ്യും. ഒരാമയും പറയണം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ആരാന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങളുടെ അകത്ത് വരണം. അല്ലാതെ ചുമ്മാ വന്ന് കുറച്ച് കൈയടിച്ചു വെച്ച് പോയി, എല്ലാവരും പ്രസംഗിച്ചു സ്നാനപ്പെടണം, അതുകൊണ്ട് സ്നാനപ്പെട്ടു, എല്ലാവരും പറഞ്ഞു അഭിഷേകം പ്രാപിക്കണമെന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവ്, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനല്ല. നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിന്റെ അകത്ത് വർദ്ധിക്കുമ്പോഴാണ് ആരാധനയുടെ ഭാവം മാറുന്നത്. സ്തോത്രം. ഞാൻ ബൈബിളിൽ കൊണ്ടുവരാൻ പോകും, ദൈവത്തിന് സകലതും കഴിയും. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്തുവാ ദൈവത്തിന്? ഈ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ വിഷമിച്ചില്ലേ? അതെങ്ങനെ നടക്കും, അതെങ്ങനെ നടപ്പിൽ വരും? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു ബന്ധങ്ങളില്ലല്ലോ. വേണ്ട, ദൈവത്തിന് സകലതും കഴിയും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, പൈസ കൊണ്ടേ മരുന്ന് വാങ്ങിക്കാം, പക്ഷെ സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. പൈസ കൊണ്ട് കടം വീട്ടാം, നിന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, ദൈവത്തിന് സകലതും കഴിയും.